കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ INTUC-യുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ നയിച്ച മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അസംഘടിത മേഖല, കേരളത്തിലെ പരമ്പരാഗത കച്ചവടി, കൈത്തറി, കാപ്പി, കേരളത്തിലെ ഈറ്റ കാട്ടുവണ്ടി മേഖല, കളിമൺ പാത്രം നിർമ്മാണ മേഖല, കടപ്പായ നിർമ്മാണ മേഖല, കേരളത്തിലെ അഭിമാനകരമായ പരമ്പരാഗത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇതിഹാസം ധരിക്കുന്ന കേരളത്തിലെ ഓരോ നാടകങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന, കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ അറിയാൻ കഴിയുന്ന, കേരളത്തിലെ തൊഴിലാളികളുടെ വികാരങ്ങൾ അറിയാൻ കഴിയുന്ന എത്രയോ ദശകങ്ങളായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ഈ കേരള സംസ്ഥാനത്തിന്റെ ഭാവി പ്രതീക്ഷയായ ശ്രീ VD സതീശനാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. കേരളത്തെ തൊഴിലാളികളോട് എത്ര ദ്രോഹകരമായിട്ടാണ് പെരുമാറുന്നത്. ഈ തൊഴിലാളി ദ്രോഹ നടപടികളിൽ സർക്കാർ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് INTUC ഈ അതിശക്തമായ മാർച്ച് ഈ ഭരണസിരാകേന്ദ്രത്തിന്റെ മുന്നിലേക്ക് നടത്തുന്നത്. കേന്ദ്രനായ അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തൊഴിലിടങ്ങൾ മുഴുവൻ കിടക്കുകയാണ്. തൊഴിലാളികൾ അംശാദായം കൊടുക്കുക, അവർ അധ്വാനിച്ച് കിട്ടുന്ന തൊളത്തിൽ നിന്ന് അംശാദായം അവരുടെ പണം കൊടുക്കുക, ക്ഷേമനിധിയെ പോലും പ്രവർത്തിക്കുന്നില്ല. പിന്നെ പരമ്പരാഗത ചന്ദ്രശേഖരൻ കശുവണ്ടിയുടെ നാട്ടിൽ നിന്നാ വരുന്നത് 300 കമ്പനികൾ കൂട്ടിക്കിടക്കുക. 200 കമ്പനികൾ കശുവണ്ടി തൊഴിലാളികളുടെ സംഘം, പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെ സംഘം ആരാ പരിഹരിക്കുന്നത്? സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കയർ തൊഴിലാളികൾ ഏറ്റവും കുറവ് വേതനം കിട്ടുന്നവരാണ്, ആരും അന്വേഷിക്കുന്നില്ല. കൈത്തറി മേഖല തൊഴിലാളികൾ അതൊന്ന് ഖാദി, കൈത്തറി, കശുവണ്ടി, കയർ, ഈറ്റ, പഴമ്പൊഴിയിട്ട്, കലപ്പായ, ഖാദിയുടെ കാര്യത്തിൽ ശ്രീമതി സോണിയാഗാന്ധി ഇടപെട്ടിരിക്കുകയാണ്, നേരിട്ടിടപെട്ടിരിക്കുകയാണ്. നിരവധി പരമ്പരാഗത വ്യവസായങ്ങൾ എല്ലാം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുക. അവിടെയെല്ലാം ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ എവിടേക്ക് പോകും? മതി MLA സഹപ്രവർത്തകരിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിൽ ഉണ്ട്. എത്ര പ്ലാന്റേഷനുകളാണ് അടച്ചുപൂട്ടിയത്? തൊഴിലാളി ലയങ്ങളിൽ പട്ടിണിയാണ്, പട്ടിണിയും ദുരിതവുമാണ്. നിരവധി തോട്ടങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലുൾപ്പെടെ 5 തോട്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ കൂട്ടിക്കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ പട്ടിണിയിലേക്ക് പോവുകയാണ്, ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് INTUC പോരാട്ടങ്ങൾക്ക് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുള്ള പിന്തുണയുണ്ട്.